തലമുറകളായി കടൽ പ്രതീക്ഷയും കടൽ തീരം വാസകേന്ദ്രവുമാക്കിയവരാണ് മത്സ്യത്തൊഴിലാളികൾ, കടലിൻ്റെ മക്കൾ. അത് പണ്ട് ഒരു 75 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ അപ്പച്ചൻ, എൻ്റെ ഭർത്താവിൻ്റെ അപ്പൻ ഇവിടെ വന്ന് താമസമായി. അങ്ങനെ കായൽ പണിയൊക്കെ ചെയ്ത് മക്കളെ വളർത്തി. 11 മക്കളുണ്ടായിരുന്നു, 10 പെൺമക്കളും ഒരു മോനും. അവരെല്ലാം വളർത്തി, അവരെല്ലാം കെട്ടിച്ച് അവരുടെയൊക്കെ കാര്യങ്ങളെല്ലാം തീർന്ന് അപ്പച്ചനും അമ്മയും മരിച്ചു. പിന്നെ അതിനുശേഷം ഞങ്ങൾ മക്കളും ചെറുമക്കളും ഒക്കെ ഇവിടെ തന്നെ താമസിക്കുന്നത്. ഒരുപാട് ദുരിതം അനുഭവിച്ചാണ് ഇവിടെ വരെ എത്തിയത്. കടൽ മാത്രമല്ല, കരയിലെ ജീവിതവും ഇവർക്ക് വർഷങ്ങളോളം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. പുരുഷന്മാർ വെല്ലുവിളികൾ നിറഞ്ഞ കടലിൽ മത്സ്യബന്ധനത്തിനായി പോകുമ്പോൾ പ്രതികൂലമായ കാലാവസ്ഥയെ മറികടന്നും കടലിൽ നിന്നും ഉറ്റവരെത്തിക്കുന്ന മത്സ്യം തീരദേശത്തെ സ്ത്രീകൾ മാർക്കറ്റുകളിലും വീടുകളിലും എത്തിച്ചു വിപണനം നടത്തിയിരുന്ന കാലം. മത്സ്യം എത്ര വിറ്റാലും ജീവിത പുരോഗതി ഉണ്ടാകാത്ത കാലം. വീട് 65 വർഷം പഴക്കമുള്ളൊരു വീടാണ്. പിന്നെ എനിക്ക് 5 മക്കളുണ്ടായിരുന്നു. 2 പേര് മരിച്ചുപോയി. ഒരാൾ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു, ഒരാൾ പിന്നെ ക്യാൻസർ രോഗം വന്ന് 6 വർഷം ചികിത്സിച്ച് കൊണ്ടു നടന്ന് അവൾ മരിച്ചു. അവൾക്ക് 3 കുട്ടികളുണ്ട്. പിന്നെ എനിക്ക് ബാക്കിയുള്ള 3 മക്കൾ, 3 പേരും കല്യാണം കഴിച്ച, അവർ 3 പേരും 3 വീട്ടിലാണ്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ജോലി ചെയ്തെങ്കിലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ് എൻ്റെ ജീവിതം. കടൽ ക്ഷോഭിച്ചാൽ മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിക്കാലമാണ്. കടൽ കനിഞ്ഞാൽ ഉള്ളിലും കരയിലും ചാകരയാണ്. കടലറിവുകളും കടൽ പ്രതീക്ഷകളും മാത്രം വെച്ചു പുലർത്തുന്ന ജീവിതങ്ങൾ. ചാകര എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ചിലപ്പോൾ അറിയാൻ ഒക്കത്തില്ല. ഈ കൂടുതലും ചെമ്മീനാണ് കൂടുതലും ചാകര വീണ അവിടെ വടക്കൻ രാജ്യങ്ങളിലെ. അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഈ വള്ളം ഓടുമ്പോഴത്തേക്ക് ചെമ്മീൻ ചാടുമ്പോഴത്തേക്കാണ് ഈ ക്യാമറയിൽ കണ്ട് ഈ മീൻ അടിക്കുന്നത്. അപ്പോൾ ഈ മത്തി കിട്ടും, എല്ലാ മീനും കിട്ടും നമ്മളിപ്പോൾ വല അടിക്കുമ്പോഴേ. ഈ തിരകൾ മുറിച്ചു കടന്നു പോകുന്ന ജീവിതങ്ങളെല്ലാം പ്രതീക്ഷകളും നിരാശകളും പങ്കുവയ്ക്കുന്നത് കടലിനോടാണ്. തിരികെ എത്തുമ്പോൾ ചാകര കാത്തിരിക്കുന്ന ഉറ്റവർ, കടൽ കനിഞ്ഞില്ലെങ്കിൽ ജീവിതം സാധ്യമാകില്ലെന്ന് വിശ്വസിച്ചിരുന്നവർ. പക്ഷേ ഇപ്പോൾ 1 പതിറ്റാണ്ടായി ഇവർക്ക് തീരദേശത്ത് പുതുജീവിതമാണ്. കടലിലെപ്പോലെ കരയിലും കാക്കാനും വിശ്വസിച്ചു കരം പിടിക്കാനും ഒരു സർക്കാരുള്ള നല്ല കാലം. 2017 മുതൽ 2017-18 മുതൽ എന്ന് പറയുമ്പം ഈ മത്സ്യപ്പെടുന്ന വായ്പ തരുന്നതിന് ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്തൊരു ലോണാണ്. പലിശരഹിത വായ്പ എന്ന് പറയും. വള്ളത്തിന് ഇൻട്രസ്റ്റ് ഇല്ല, വള്ളത്തിന് പലിശയില്ല, എഞ്ചിന് പലിശയില്ല, ഒരു സാധനത്തിനും പലിശയില്ലാതെ ലോൺ തരുന്ന ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ഈ ഇപ്പം ഭരിക്കുന്ന സർക്കാരാണ്. ഒരു സാധനത്തിനും പലിശയില്ല. ഏതൊരു സ്ഥാപനത്തിലും 1000 രൂപ പോയി എടുത്താലും പലിശയുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പം ഞങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പലിശ കൊടുക്കുന്നത് ഭരിക്കുന്ന സർക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു നേട്ടമാണ്. ഇപ്പോൾ ഞങ്ങൾക്കൊരു 6 മാസം പണി ചെയ്ത് ബില്ലെഴുതിയില്ലെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു വിഷയമില്ല. തീരദേശ ജനതയുടെ പുനരധിവാസം, തൊഴിൽ പ്രോത്സാഹനം, വിദ്യാഭ്യാസ സഹായം, നഷ്ടപരിഹാര വിതരണം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിൽ കേരളം 1 പതിറ്റാണ്ടായി രാജ്യത്തിന് തന്നെ മാതൃകയാണ്. തീരദേശ ജനതയ്ക്ക് സുരക്ഷിത വാസകേന്ദ്രങ്ങളൊരുക്കുന്ന പുനർഗേഹം പദ്ധതി, വിദ്യാതീരം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ, മത്സ്യഫെഡ്, സാഫ്, മത്സ്യ ബോർഡ് തുടങ്ങിയ ഏജൻസികൾ വഴി നടപ്പിലാക്കുന്ന പദ്ധതികൾ, വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസ പദ്ധതികൾ എന്നിവയിലൂടെയെല്ലാം കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത തൊഴിൽ മേഖലയെ സംരക്ഷിക്കുക എന്ന പ്രതിജ്ഞാബദ്ധതയാണ് നമ്മുടെ സർക്കാർ നിറവേറ്റി വരുന്നത്. തൊഴിലുമായി ബന്ധപ്പെട്ട പ്രത്യേകത കാരണം തന്നെ കടലിനടുത്ത് തന്നെ താമസിക്കേണ്ടി വരുന്ന തൊഴിലാളി വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ. അപ്പോൾ കടലാക്രമണ ഭീഷണി നേരിടുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ സംരക്ഷിക്കാൻ എങ്ങനെ കഴിയും? അത്തരമൊരു ചിന്തയുടെ ഭാഗമായാണ് നിലവിൽ വീടുള്ളവരായാലും സുരക്ഷിതമായ സ്ഥലത്ത് താമസിക്കുന്നതിന് വേണ്ടിയുള്ള
ഒരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചത്. വീടുകളുടെ കാര്യത്തിൽ നല്ല സൗകര്യങ്ങളോടുകൂടിയ വീടുകൾ തന്നെയാണ് നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അടച്ചുറപ്പുള്ള വീടായിരുന്നു വർഷങ്ങളായി മത്സ്യത്തൊഴിലാളികളുടെ സ്വപ്നം. കടലിനോട് മല്ലടിച്ചു കരയിലെത്തുമ്പോൾ കരുതലായി ഒരു ഭവനം. പുനർഗേഹം എന്ന പദ്ധതിയിലൂടെ നമ്മുടെ സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നതും അത് തന്നെയായിരുന്നു. 2450 കോടി രൂപ മുതൽ മുടക്കുള്ള പദ്ധതി. സുരക്ഷിത മേഖലയിലേക്ക് മാറാൻ സന്നദ്ധതയുള്ള മുഴുവൻ തീരദേശവാസികളെയും മാറ്റിപ്പാർപ്പിക്കുന്ന ഈ പദ്ധതിയിലൂടെ തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തറ മുതൽ കാസർഗോഡ് ജില്ലയിലെ കോയിപ്പാടി വരെയുള്ള തീരദേശവാസികൾക്ക് പ്രത്യാശയുടെ പാർപ്പിടങ്ങൾ യാഥാർത്ഥ്യമാകുകയാണ്. പണ്ടത്തെ വീട് പോലെയല്ല, ഒരു റൂമല്ല, 2 റൂമും ഉണ്ട്, നല്ല സൗകര്യങ്ങളും ഉണ്ട്. ഈ സർക്കാർ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ആയത്. മുമ്പത്തെ വീട് സാധാരണ കുറേ ഫാമിലി എല്ലാം ആയിട്ട് അങ്ങനെ ഒന്നിച്ച് കൂട്ടുകുടുംബം എല്ലാം ആയിട്ടുള്ളത്. ഇവിടെ കുറച്ച് സൗകര്യങ്ങളെല്ലാം കൂടുതലായിട്ട് നമുക്ക് ഇഷ്ടത്തിനുള്ള ഒരുമാതിരി വീടൊക്കെ ആയി. മുമ്പത്തെ വീട്ടിൽ സൗകര്യമില്ല. മണ്ണ് പണ്ടത്തെ മണ്ണ് ആ വീടാണ്. ആ വീട്ടിലാണ് നമ്മൾ താമസം ഉണ്ടായത്. മഴക്കാലത്ത് അത് ഇടിഞ്ഞ് താഴെ വീഴുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായി. ഈ മഴക്കാലത്ത് ഭയങ്കര പേടിയാണ്. കടൽ വന്നിട്ട് എല്ലാം കൊണ്ടുപോയില്ലേ, നമ്മളെ ആധാരവും അതെല്ലാം പോയില്ലേ, നമുക്കൊന്നും ഉണ്ടായിട്ടാ. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു പദ്ധതി വന്നതിനെ കൊണ്ട് നമുക്ക് ഒരു വീടായി. തീരദേശവാസികളുടെ സാമൂഹിക പിന്നാക്കാവസ്ഥ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സുരക്ഷിത മേഖലയിലാണ് സർക്കാർ പുനർഗേഹത്തിലൂടെ സുരക്ഷിത ഭവനങ്ങൾ നിർമ്മിക്കുന്നത്. വേലിയേറ്റ രേഖയിൽ നിന്നും 50 മീറ്ററിനുള്ളിൽ അധിവസിക്കുന്ന മുഴുവൻ കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയിൽ ഇതുവരെ 722 ഫ്ളാറ്റുകളും 2188 വീടുകളും ഉൾപ്പെടെ 9104 ഭവനങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു. രാജ്യത്തിന് തന്നെ മാതൃകയായ ഈ പദ്ധതി പ്രകാരം ഇപ്പോൾ നിർമ്മാണത്തിലുള്ളത് 804 ഫ്ളാറ്റുകളും 1200-ലധികം വീടുകളുമാണ്. ലൈഫ് പദ്ധതിയിൽ ഫിഷറീസ് വിഭാഗത്തിൽ 4628 വീടുകളും വിവിധ ഭവന പദ്ധതികൾ പ്രകാരം 4706 വീടുകളും 192 ഫ്ളാറ്റുകളും പൂർത്തിയാക്കിയ സർക്കാർ ആകെ 12,000-ലധികം വീടുകളാണ് മത്സ്യത്തൊഴിലാളികൾക്കായി ഇതിനകം നിർമ്മിച്ചു നൽകിയത്. മുട്ടത്തറയിൽ അടുത്തിടെ 332 ഫ്ളാറ്റുകൾ കൈമാറിയ സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്ക് പുതുജീവിതം തന്നെ സമ്മാനിക്കുകയാണ്. ഈ മഴക്കാലത്ത് കടപ്പുറത്ത് താമസിക്കുമ്പോൾ ഭയങ്കര ടെൻഷനും പേടിയെല്ലാം. രാത്രി ഉറങ്ങാനെല്ലാം ബുദ്ധിമുട്ട്, ഭയങ്കര സൗണ്ടും വെള്ളം കയറുന്നതെല്ലാം. ഇപ്പോൾ ഇവിടെ വന്ന് പിന്നെ ആ ഒരു ടെൻഷനില്ല. സ്ഥലവും ഒക്കെ വീട് നമുക്ക് സർക്കാർ തന്നു. അതെല്ലാം നല്ല ഒരു രീതിയിൽ പോകുന്നു. ഒരു തുറക്കത്തിൽ ഇവിടെ ഒരു അവിടെ പിന്നെ കുറച്ച് പേടിക്കാനില്ല. കുറച്ച് റോഡ് സൈഡ് സാധാരണ വീട് എല്ലാം ഇഷ്ടപ്പെട്ടു. ഞാൻ പുതുക്കുറിച്ചി കടൽ തീരത്ത് താമസിക്കുന്ന വ്യക്തിയായിരുന്നു. ഓഗി ദുരന്തത്തിൽ എൻ്റെ വീടും കടൽക്ഷോഭത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായി. അങ്ങനെ ഗവൺമെൻറ്റായിട്ട് അന്വേഷണത്തിന് വന്നു. ആ ലിസ്റ്റിൽ വന്നത് പ്രകാരം പുനർഗേഹ പദ്ധതിയിൽ ലഭിച്ച വീടാണിത്. 10 ലക്ഷം രൂപ ലഭിച്ചു. ഇപ്പോൾ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും സുരക്ഷിതമായി ഈ ഭവനത്തിലാണ് താമസം. 4 വർഷത്തിന് മുമ്പ് അപ്പുറത്താണ് താമസം. എൻ്റെ കുടുംബ വീട്ടിലായിരുന്നു. കുടുംബ വീടെന്ന് വെച്ചാൽ 4-5 കുടുംബങ്ങൾ താമസിക്കുന്ന വീടാണ്. അതിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യമായിട്ട് ജീവിച്ചതായിരുന്നു ഞങ്ങളുടെ കുടുംബജീവിതം. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഞങ്ങൾക്ക് 4 വർഷത്തിന് മുമ്പ് ഞങ്ങൾക്കൊരു വീട് തന്ന് ഞങ്ങളിപ്പോൾ നല്ല രീതിയിൽ സുരക്ഷിതമായിട്ട് ജീവിക്കുന്നു. മികച്ച വിദ്യാഭ്യാസത്തിലൂടെ തീരദേശവാസികളുടെ സാമൂഹിക പുരോഗതി ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം കൂടിയാണ് കഴിഞ്ഞ 9 വർഷമായി നമ്മുടെ സർക്കാർ നിറവേറ്റി വരുന്നത്. കുട്ടികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും വളരെ സൗജന്യമായിട്ട്, ഒരു കാശും മുടക്കണ്ട. മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും
ഫ്രീ ആയിട്ടാണ് ഇവിടുന്ന് സ്കൂളിൽ നിന്ന് തരുന്നത്. നല്ല ഭക്ഷണം സാധാരണ ഗവൺമെൻറ് സ്കൂളുകളിൽ കുട്ടികൾക്ക് ലഭിക്കുന്നതിനേക്കാളും വളരെ നല്ല ഭക്ഷണമാണ്. 3 നേരം, ഹോസ്റ്റലിലുള്ള കുട്ടികൾക്ക് 3 അല്ല 4 നേരം. സാമ്പത്തികമായും സാമൂഹികമായും പരിമിതമായ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന തീരദേശവാസികളുടെ മക്കൾക്ക് മെഡിക്കൽ, സിവിൽ സർവീസ്, ബാങ്ക് ടെസ്റ്റ് പരീക്ഷാ പരിശീലനം നൽകുന്നതിനായി വിദ്യാതീരം പദ്ധതി നടപ്പിലാക്കി വരികയാണ്. ഈ പദ്ധതിയിലൂടെ തീരമേഖലയിൽ ഇതിനകം 75 ഡോക്ടർമാരെ സൃഷ്ടിച്ചു കഴിഞ്ഞു. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ ദത്തെടുത്ത് അവരുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കുന്ന സർക്കാർ 36 കോടി രൂപ ചെലവിൽ തീരദേശത്തെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുകയാണ്. ഇതിൽ 69 സ്കൂളുകളിലെ നിർമ്മാണം പൂർത്തീകരിച്ച ഫിഷറീസ് വകുപ്പ് മേഖലാ ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളുകളെ മികവിൻ്റെ കേന്ദ്രങ്ങളായി ഉയർത്തിക്കഴിഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറീസ് സർവകലാശാലയായ കുഫോസിൽ 34 കോടി ചെലവിൽ 2 അക്കാഡമിക് ബ്ലോക്കുകളുടെ നിർമ്മാണ ജോലികളും പൂർത്തിയാക്കുകയാണ്. എൻ്റെ അനിയൻ്റെ 2 മക്കളെ ഞാനാണ് നോക്കുന്നത്. അനിയൻ സുഖമില്ലാതെയാണ് മരിച്ചത്. അനിയത്തെ ആക്സിഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ സർക്കാരിൻ്റെ ഈ പദ്ധതി മൂലം പിള്ളേരെ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ സഹായകമാണ്. അനിയനും മരിച്ചതിന് ശേഷം അവരെ ഞങ്ങളുടെ സംരക്ഷണയിലാണ്. സർക്കാരാണ് അവരുടെ ചിലവെല്ലാം ഏറ്റെടുത്തത്. അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള വകയെല്ലാം സർക്കാർ തന്നെയാണ് നൽകുന്നത്. ഞങ്ങളെപ്പോലെ കടലിൽ പോകുന്നവർക്ക് ഇത്തരമൊരു പദ്ധതി ഞങ്ങൾക്ക് വളരെ സഹായകമാണ്. +2 അതിന് മുകളിലോ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തി അവർക്ക് വിവിധ തരത്തിലുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ച് തൊഴിൽ കൊടുക്കുന്ന തൊഴിൽ തീരം എന്ന പദ്ധതി 9 ജില്ലകളിലെ 46 നിയമസഭാ മണ്ഡലങ്ങൾ നടന്നു വരികയാണ്. MLA മാർ ചെയർമാന്മാരായ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എല്ലാ ജില്ലകളിലും മണ്ഡലങ്ങളിലും ഈ പരിപാടി നടക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും അപകട ഇൻഷുറൻസ് 5 ലക്ഷം രൂപയിൽ നിന്ന് 10 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ച പിണറായി വിജയൻ സർക്കാർ 2.5 ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികൾക്കാണ് ജീവിത സുരക്ഷ ഉറപ്പാക്കുന്നത്. അപകട ഇൻഷുറൻസ് പദ്ധതിയിൽ ചെറിയ ന്യൂനതകൾ മൂലം ആനുകൂല്യം ലഭിക്കാതിരുന്ന 153 പേർക്ക് ഇൻഷുറൻസ് ആനുകൂല്യം ഉറപ്പാക്കിയ സർക്കാർ മത്സ്യത്തൊഴിലാളി സമ്പാദ്യ സമാശ്വാസ പദ്ധതി 2700 രൂപയിൽ നിന്നും 4500 രൂപയായി വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. മത്സ്യത്തൊഴിലാളി അനുബന്ധ തൊഴിലാളി അംഗത്വം ഒരൊറ്റ ക്ലിക്കിൽ ലഭ്യമാക്കുന്ന കേരളം പരാതികൾ പരിഹരിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്റർ സേവനവും ഉറപ്പാക്കുകയാണ്. എൻ്റെ ഭർത്താവ് കടലിൽ കഴിഞ്ഞ വർഷം ജൂൺ 19-ാം തീയതി മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇൻഷുറൻസ് വഴിയായിട്ട് ഫിഷറീസിൽ നിന്ന് ഒരു 10 ലക്ഷം കിട്ടി. ഇവിടെ ക്ഷേമസംഘത്തുനിന്ന് 10 ലക്ഷം കിട്ടിയിട്ടുണ്ട്. ഇൻഷുറൻസ് വഴിയായിട്ട് കിട്ടിയതാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു മത്സ്യത്തൊഴിലാളിയാണ്. ബോട്ടിലാണ് പോകുന്നത്, ട്രോളിംഗ് ബോട്ടിൽ. മത്സ്യത്തൊഴിലാളി ആയതുകൊണ്ടുള്ള ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ മത്സ്യഫെഡിൽ നിന്ന് സമ്പാദ്യ ആശ്വാസ പദ്ധതി എന്ന് പറഞ്ഞിട്ട് എല്ലാ വർഷം കിട്ടുന്നുണ്ട്. പിന്നെ ഒരു മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഒരു ഇൻഷുറുണ്ട്. അതിൽ എന്താ പറയുക, കടലിൽ വെച്ച് മരണപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ സംഭവിക്കുകയോ ചെയ്താൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയും അംഗവൈകല്യം സംഭവിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കാശും കിട്ടും. ആശ്വാസമാണ് അത്. ഇൻഷുറൻസ് കിട്ടിയാൽ പിന്നെ നമുക്ക് കടലിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചു ആ ഒരു ഇതാണ് നമുക്ക്. അതുകൊണ്ട് ഇൻഷുറൻസ് ഇതുള്ളതിനെ കൊണ്ടൊരു ആശ്വാസമാണ്. തീരപ്രദേശത്തിൻ്റെയും മത്സ്യത്തൊഴിലാളികളുടെയും ക്ഷേമവും സുരക്ഷയും പുരോഗതിയും ഒരുപോലെ ലക്ഷ്യമിടുന്ന സർക്കാർ തീരമേഖലയിലെ ടൂറിസം സാധ്യതകളും സുഗമമായ യാത്രാ സൗകര്യവും ലക്ഷ്യമിട്ട് തീരദേശ ഹൈവേ പദ്ധതി യാഥാർത്ഥ്യമാക്കുകയാണ്. തീരമേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി 1000 കോടി രൂപ ചെലവിൽ 2099 തീരദേശ റോഡുകൾ പുനർനിർമ്മിച്ച സർക്കാർ തീരസംരക്ഷണത്തിന് വലിയ പ്രാധാന്യമാണ് നൽകി വരുന്നത്. നബാർഡിൻ്റെ 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ട 4000 കോടി രൂപയുടെ ഒരു പദ്ധതി ഇപ്പോൾ ഞങ്ങൾ തയ്യാറാക്കി ഗവൺമെൻറ് സമർപ്പിച്ചു കഴിഞ്ഞു. അതിൻ്റെ ആദ്യ വർഷം ഈ വർഷം 502 കോടിയുടെ നിർമ്മാണ പദ്ധതികളാണ് ക്ഷേമ രംഗത്തും വികസന രംഗത്തുമായി കേരളത്തിൻ്റെ തീരമേഖല മത്സ്യമേഖല നടപ്പാക്കാൻ പോകുന്നത്.
ഫിഷറീസ് മേഖലയിൽ 1.5 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയുള്ള പ്രൊജക്റ്റുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. തീരത്തെ ഹാർബറുകളും അതുപോലെ തന്നെ ഫിഷ് ലാൻഡിംഗ് സെൻ്ററുകളെല്ലാം മോഡേണൈസ് ചെയ്യുന്ന വലിയ ഒരു ബൃഹത് പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ ഒരു ചർച്ച ഞങ്ങൾ ആരംഭിക്കുകയാണ്. മത്സ്യവിപണന അനുബന്ധ മേഖലകളിലെ വനിതകൾക്കായി വിപുലമായ പദ്ധതികളാണ് സാഫ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ടു ഫിഷർ വിമനിലൂടെ ഈ സർക്കാർ നടപ്പിലാക്കി വരുന്നത്. മത്സ്യത്തൊഴിലാളി വനിതകൾക്കായി സൂക്ഷ്മ സംരംഭ യൂണിറ്റുകൾ സ്ഥാപിക്കുകയും അതുവഴി അവർക്ക് സുസ്ഥിരമായ ഉപജീവന മാർഗവും വരുമാനവും ഉറപ്പാക്കുകയും ചെയ്യുന്ന സാഫ് സ്ത്രീകൾക്കായി ബദൽ ജീവനോപാധികൾ യാഥാർത്ഥ്യമാക്കുകയാണ്. തീരമൈത്രി പദ്ധതിയിലൂടെ 10,000-ലധികം വനിതകൾക്കാണ് സാഫ് പ്രതിമാസ വരുമാനം ഉറപ്പുവരുത്തുന്നത്. ഈ പദ്ധതി വഴി നമുക്ക് ലോൺ ആവശ്യമുള്ള ലോൺ തുക നൽകുകയും അതിൻ്റെ 75% സബ്സിഡിയായി നൽകുകയും ചെയ്യും. അതിനു പുറമെ നമുക്ക് ഒരു ക്ലാസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്, റെസിഡൻഷ്യൽ ട്രെയിനിങ് ക്ലാസ് എന്നും പറഞ്ഞിട്ട്. ഇത് ഞങ്ങൾക്ക് 4 ദിവസത്തെ ക്ലാസ് കോവളത്ത് വെച്ചാണ് നടന്നത്. ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത് ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, എങ്ങനെ നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റും എന്നതുള്ളതൊക്കെ നമുക്ക് ഈ സാഫിൻ്റെ ക്ലാസ് വഴിയാണ് നടക്കുന്നത്. അവരുടെ ഒരു ഹെൽപ്പ് കൊണ്ടാണ് വീട്ടിൽ വച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനം ഇത്രയും വലിയൊരു സ്റ്റോറിലോട്ട് മാറുകയും തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പ്രദേശത്തിനുള്ളിലെ മത്സ്യത്തൊഴിലാളികളാണ് ഇതിനകത്ത് 10-15ഓളം മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ജോലി എന്ന നിലയിൽ നമ്മുടെ ഈ സ്ഥാപനം നമുക്ക് പ്രയോജനപ്പെടുത്തുന്നു. തീരദേശത്തും വനിതാ ശിശു സംരക്ഷണം ഉറപ്പാക്കുന്ന സർക്കാർ മത്സ്യവിപണനത്തിന് പോകുന്ന വനിതകൾക്കായി 2021 മുതൽ തലസ്ഥാനത്ത് പരീക്ഷണാർത്ഥം സമുദ്ര ബസ് സർവീസ് പദ്ധതി നടപ്പിലാക്കുകയാണ്. KSRTCയും ഫിഷറീസ് വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതി അനുസരിച്ച് വിഴിഞ്ഞം, പൂന്തുറ പ്രദേശങ്ങളിൽ നിന്നാണ് സമുദ്ര ബസ് സർവീസ് നടത്തിവരുന്നത്. മത്സ്യവിപണന രംഗത്തെ സ്ത്രീകൾക്ക് ഏറെ പ്രയോജനപ്രദമായ പദ്ധതി മറ്റു ജില്ലകളിലേക്കും ഈ സർക്കാർ വ്യാപിപ്പിക്കുകയാണ്. ബസ് വരുന്നതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് നമ്മളിത് സുരക്ഷിതമായിട്ട് എത്തുന്നുണ്ട്. വേറെ ബസ്സുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ കയറ്റത്തില്ല. അപ്പോൾ ഇത് നമുക്ക് ഉപകാരമാണ്. ഈ ബസ് ഉള്ളതുകൊണ്ട് നമുക്ക് വരാനും പോകാനും യാതൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ബസ് വേണം. ഈ വണ്ടി കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് എളുപ്പമുണ്ട്. എന്തെന്ന് വെച്ചാൽ മീൻ വിറ്റാലും വിത്തില്ലെങ്കിലും ഞങ്ങൾക്ക് നേരത്തെ കൂട്ടി വീട്ടിൽ പോയി ചെന്ന് ചേരാൻ വേണ്ടി നല്ല സൗകര്യമായിട്ട് ഞങ്ങൾ പോവുകയും എടുക്കുകയും എല്ലാം ചെയ്യണം. സന്തോഷമായിട്ട് തന്നെയാണ് ഞങ്ങൾ പോണത്. അങ്ങനെ ഒരു കുഴപ്പമോ വേറെ ഒന്നുമില്ല. ഈ വണ്ടി തന്നവർക്ക് 1000 കോടി നന്ദി ഞങ്ങൾ പറയണം. മത്സ്യബന്ധന മേഖലയിൽ ആധുനീകരണമാണ് ഈ സർക്കാർ നടപ്പിലാക്കി വരുന്നത്. മത്സ്യബന്ധന യാനങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ പരമ്പരാഗത യാനങ്ങൾക്കും മൗണ്ടിംഗ് ടൈപ്പ് GPS നൽകുന്ന സർക്കാർ പിടയ്ക്കുന്ന മത്സ്യം കേടുകൂടാതെ കരയ്ക്കെത്തിക്കുന്നതിന് ഇൻസുലേറ്റഡ് ഐസ് ബോക്സും നൽകി വരികയാണ്. എല്ലാ മത്സ്യബന്ധന യാനങ്ങളിലും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകുന്നതിനും ജീവൻ സുരക്ഷാ ഉപകരണങ്ങൾ ഉറപ്പാക്കുന്നതിനും മുൻഗണന നൽകുന്ന കേരളം വിഴിഞ്ഞം, ബേപ്പൂർ, വൈപ്പിൻ ഫിഷറീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് റീജിയണൽ കൺട്രോൾ റൂമുകളും മാസ്റ്റർ കൺട്രോൾ റൂമും പ്രവർത്തിപ്പിച്ചു വരികയാണ്. കാറ്റും മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് കടൽ കടന്ന് പോണ്. അവിടെ ഈ കോളോ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ GPS എന്ന് പറയുന്ന സാധനമാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ കാറ്റ് ഇതൊക്കെ നോക്കുമ്പോൾ ഇത് ദിശ നോക്കി യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ വരുന്നത്. അങ്ങനെയാണ് ഉള്ളത്. ഇതിൽ ഫംഗ്ഷനൊക്കെ എല്ലാം ഉണ്ട്. സർക്കാർ തന്നിട്ടുള്ള ഒരു ഇത് തന്നെയാണ് GPS. അപ്പോൾ നമ്മളെല്ലാ വള്ളത്തിലും ഇത് തന്നെയാണ് യൂസ് ചെയ്യണത്. ഏത് കാറ്റും മഴയൊക്കെ വന്നിരുന്നാലും നമ്മളിത് നോക്കി കര വന്ന് ചേരാൻ വേണ്ടിയിട്ട് പറ്റും. മത്സ്യത്തൊഴിലാളികൾക്ക് യാനവും എഞ്ചിനും ഉൾപ്പെടെ ഇൻഷുറൻസ്, മറൈൻ ആംബുലൻസുകൾ എന്നിവയിലൂടെയുമെല്ലാം കാലത്തിനൊപ്പം ഈ രംഗത്ത് സർക്കാർ മാറ്റങ്ങൾ ഉറപ്പാക്കുകയാണ്.
21-ാം തീയതി പണിക്ക് പോയിട്ട് പിന്നെ ഉച്ചവരെ ഞങ്ങൾ കാത്തിരുന്നപ്പോൾ ബോട്ട് വന്നില്ല. ബോട്ട് വരാതിരുന്നപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു ആംബുലൻസ് ഒരു വള്ളം തിരച്ചിലിന് പോയപ്പോൾ ആംബുലൻസ് കണ്ട് 2 ആൾക്കാർ വള്ളത്തിന് മേലെ ഇരുന്ന് വള്ളം കമന്ന് കിടന്ന് 2 ആൾക്കാർ വള്ളത്തിൻ്റെ മേലെ ഇരുന്ന് അവർ കൊണ്ടുവന്ന് പിന്നെ ഉടനെ തന്നെ നമ്മൾ ആംബുലൻസ് പിടിച്ച് ഉടനെ മെഡിക്കൽ കോളേജ് എത്തിച്ച്. അന്ന് എത്തിച്ചിട്ട് ലാസ്റ്റിൽ ഞങ്ങൾ ആക്കലൊന്നും കിട്ടിയില്ല. വള്ളത്തെ കൊണ്ടുവന്ന് വള്ളം പണിയാൻ പറഞ്ഞു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ജീവിത ഭദ്രത ഉറപ്പുവരുത്തുന്നതിനായി അപകട ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി മുതൽ മത്സ്യബന്ധന യാനങ്ങൾക്ക് വരെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന രാജ്യത്തെ ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. 3.25 ലക്ഷത്തിലധികം തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയൊരുക്കുന്ന മത്സ്യബോർഡ് ഈ രംഗത്ത് സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി കൂടിയാണ് ഉറപ്പാക്കുന്നത്. പ്രീമിയം തുകയുടെ 90% സർക്കാർ നൽകുന്ന യാനങ്ങൾക്കും ഹള്ളിനുമുള്ള ഇൻഷുറൻസ് പരിരക്ഷയിൽ ഇതിനകം 3500-ലധികം പേരാണ് അംഗങ്ങളായത്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന വായ്പയിൽ നയാ പൈസ പലിശ വാങ്ങാൻ പാടില്ലെന്ന ഒരു സുപ്രധാനമായ തീരുമാനം കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ എടുക്കുകയുണ്ടായി. പലിശരഹിത വായ്പാ പദ്ധതി നയാ പൈസ പലിശ വാങ്ങാതെ കേരളത്തിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും എഞ്ചിനും വലയും നൽകുന്ന പലിശരഹിത വായ്പാ പദ്ധതി നടപ്പിലാക്കിയത് അങ്ങനെ. സംസ്ഥാനത്തെ സാമ്പത്തിക വ്യാവസായിക ടൂറിസം രംഗങ്ങളിലും പ്രാദേശിക രംഗത്തും അനന്ത സാധ്യതകൾ തുറന്നിടുന്ന കേരളത്തിന്റെ അഭിമാന പദ്ധതിയാണ് വിഴിഞ്ഞം. പ്രത്യക്ഷമായ തൊഴിലുകളും പരോക്ഷമായ സാമ്പത്തിക വളർച്ചയും ഉറപ്പാക്കുന്ന ഈ തുറമുഖത്തിലൂടെ സംസ്ഥാനത്തെ 17 ചെറുകിട തുറമുഖങ്ങൾക്കും മികച്ച വളർച്ചയാണ് നമ്മുടെ സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇതര തുറമുഖങ്ങളുടെ കൂടി വിപുലനത്തിലൂടെ അനന്ത സാധ്യതകളുടെ ഈ സഞ്ചാരപഥം തീരദേശവാസികളുടെ ഉന്നമനത്തിന്റെ നാഴികക്കല്ലായി മാറുമെന്ന കാര്യം ഉറപ്പാണ്. മത്സ്യത്തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ കേരള ഫിഷറീസ് വകുപ്പ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. തീരദേശത്തെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയും ആരോഗ്യമേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, സൗജന്യ വൈദ്യസഹായം, ആരോഗ്യ പ്രവർത്തകരുടെ നൈപുണ്യ വികസനം, തീരദേശ അടിസ്ഥാന സൗകര്യ വികസനം, സാമ്പത്തിക സഹായം, ശുചിത്വ സൗകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കിയുമാണ് ഈ മേഖലയിൽ സർക്കാർ പുരോഗതി യാഥാർത്ഥ്യമാക്കുന്നത്. പെരുമാതറ തൊട്ടും ഈ വേളി ഏരിയയിൽ എല്ലാവർക്കും ഭയങ്കര ഉപകാരമായിട്ടുള്ള ആശുപത്രിയാണ്. കാശ് കൊടുക്കണ്ട, വണ്ടി പിടിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. ഓടി വന്നാൽ നമുക്കിവിടെ മാറി വരുന്ന ഡോക്ടേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ്. ഏത് രോഗത്തിനും എന്തും നല്ല ചികിത്സ. ഇപ്പോൾ BP ക്കായാലും ഷുഗറിനായാലും ഇവിടെ തന്നെ ഉണ്ട്, ലാബുണ്ട്. നമുക്ക് അതുകൊണ്ട് പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ കൊടുക്കുന്ന സേവനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ 9 മണി മുതൽ 6 മണി വരെ നമ്മൾ അവർക്ക് വേണ്ടി ആശുപത്രി തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അവരുടെ ഒരു ദൈനംദിന ജീവിതത്തിലുള്ള എല്ലാ അസുഖങ്ങൾക്കും ഉള്ളൊരു എമർജൻസി കെയർ, ഒരു പ്രൈമറി കെയർ നമ്മുടെ ആശുപത്രിയിൽ കൊടുക്കുന്നുണ്ട്. രാജ്യാന്തര മത്സ്യോൽപാദനത്തിൽ 20 മുതൽ 25% വരെ സംഭാവന ചെയ്യുന്ന കേരളം കഴിഞ്ഞ 8.5 വർഷമായി ഈ മേഖലയിലെ തൊഴിലാളികളുടെ ശാക്തീകരണം ഉറപ്പാക്കുകയാണ്. ഒപ്പം സംരംഭകരെ വരവേൽക്കാൻ മെഗാ സീ ഫുഡ് പാർക്ക് ആരംഭിച്ചും മത്സ്യോൽപ്പന്നങ്ങൾക്കായി ഒരു തനത് ബ്രാൻഡ് രൂപപ്പെടുത്താൻ മുന്നൊരുക്കങ്ങൾ നടത്തിയും ഈ രംഗത്ത് കേരളം ശ്രദ്ധേയമായ ചുവടുകൾ ഉറപ്പിക്കുകയാണ്. അതിലൂടെ തീരദേശവാസികളോടുള്ള പ്രതിജ്ഞാബദ്ധതയ്ക്കും അവർക്കുള്ള സുരക്ഷിത ഭാവിക്കും കൂടിയാണ് ഈ സർക്കാർ നിറം പകരുന്നത്. തീരമേതു തേടുമീ കാലം നാടിതെന്നു ചൊല്ലുമീ കാലം ഒരു തുഴയാ